എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ക്വിസ് ചാലഞ്ചുമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വന്നിട്ടുള്ളത്. മുമ്പ് നമ്മുടെ പരിസ്ഥിതി ദിന ക്വിസ് മത്സര വീഡിയോ കണ്ടിട്ട് 100-ലധികം പേർക്കാണ് ക്വിസ് മത്സരത്തിൽ 1-ാം സ്ഥാനമടക്കം വിവിധ സ്ഥാനങ്ങൾ ലഭിച്ചത്. വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്നിട്ട് കുറച്ച് പേർക്ക് അവർ പ്രതീക്ഷിച്ചത്ര മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. ഈ കുറവ് നമ്മൾ ഈ ഒരു വായനാ ദിന ക്വിസ് മത്സരത്തോടെ നികത്തുന്നതായിരിക്കും. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഒട്ടും വിഷമിക്കരുത്, ഇത്തവണ നമ്മൾ തൂക്കുക തന്നെ ചെയ്യും. വെറുതെ പറയുന്നതല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗംഭീര പ്ലാനുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണാൻ കൂടി ശ്രദ്ധിക്കുക. 1000-ലധികം കുട്ടികളെ ക്വിസ് മത്സരത്തിൽ വിജയിപ്പിക്കുക എന്നതാണ് ഈ ചാലഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഗോപി പുതുക്കോട് രചിച്ച PN പണിക്കർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തെയും പട്ടം ജി രാമചന്ദ്രൻ നായർ രചിച്ച PN പണിക്കർ ജീവചരിത്രം എന്ന പുസ്തകത്തെയും ആസ്പദമാക്കിയാണ്. കൂടാതെ ഒട്ടനവധി സാഹിത്യ ചോദ്യോത്തരങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒറ്റ വീഡിയോ മാത്രം കൂട്ടുകാർ കണ്ടാൽ മതിയാകും. ഒട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് പ്ലാനിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിലാകെ 100 ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഒരു 25 മിനിറ്റൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കിത് ഒട്ടും നഷ്ടമായില്ല. ഒക്കെ ഉറപ്പായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. നിങ്ങൾ മുമ്പ് കണ്ടു. ഈ ഒരു ചോദ്യോത്തരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടതാണ്. ഈ ഒരു ചോദ്യോത്തരങ്ങൾ മനസ്സിലിരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു റൗണ്ട് നന്നായിട്ട് പഠിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2x ഒക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ എല്ലാ ചോദ്യോത്തരങ്ങളും മുഴുവനായും പഠിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റഡ് എന്നെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റഡ് എന്നെന്ത് ചെയ്യുക, ഈ 100 ചോദ്യം പഠിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ പേരോട് കൂടിയിട്ടോ അല്ലാതെയോ ഒക്കെ രേഖപ്പെടുത്താവുന്നതാണ്. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഇതിൽ ഒരുപാട് ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്വിസ് മത്സരത്തിന് വരുമ്പോൾ ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻസും ഓർമ്മയുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ചോദ്യോത്തരങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ പഠിച്ച 100 ചോദ്യോത്തരങ്ങളായിരിക്കും അതിലുണ്ടാവുക. ചോദ്യങ്ങൾ മാത്രമായിരിക്കും അതിലുണ്ടാവുക. ഉത്തരങ്ങൾ ഉണ്ടാവില്ല. ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതും ലൈൻ ബൈ ലൈനായി നിങ്ങൾക്ക് പറ്റാവുന്നത്ര പഠിച്ച ചോദ്യോത്തരങ്ങൾ എന്ത് ചെയ്യുക, 1, 2 നമ്പർ ഇട്ട് അങ്ങനെ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിലൂടെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് റൗണ്ടോടുകൂടി നമ്മൾ 100 ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇത് നമ്മൾ 2 തവണ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് കൂടുതൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു വിന്നർ ചാലഞ്ച് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് നമ്മൾ 2 തവണ റിവിഷൻ ചെയ്തിട്ടാണ് മത്സരത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. തെറ്റായ ചോദ്യോത്തരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ക്വിസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇതൊരു പുതിയ തുടക്കമാവട്ടെ. ഒരുപാട് മക്കൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ ക്വിസ് മത്സരത്തിൽ വേണ്ടത്ര മാർക്ക് ലഭിക്കുന്നില്ല എന്ന്. അത് കൃത്യമായിട്ടുള്ള പ്ലാനും ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു ചാലഞ്ചും ഈ ഒരു പ്ലാനും നമ്മൾ വെക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ വിചാരിച്ചതുകൊണ്ട് ഒന്നും ഇതിൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പൂർണ്ണ സഹകരണം എന്തായാലും ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ചാലഞ്ചിലൂടെ നമുക്ക് നല്ല മാർക്ക് ലഭിച്ച് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. ക്വിസ് മത്സരത്തിൽ നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തവണ വായനാ ദിന ക്വിസ് മത്സരത്തിൽ അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചേ മതിയാകൂ. കഴിഞ്ഞ മത്സരത്തിൽ നിങ്ങളെ തോൽപ്പിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കണം ഇത്. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും ഈ ഒരു ചാലഞ്ചിലൂടെ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക.
ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുവരെ നമ്മൾ വെക്കാത്ത 5000 ലൈക്ക് ടാർഗറ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുക, നിങ്ങളുടെ കൂടെ നമ്മളും കഷ്ടപ്പെടാൻ തയ്യാറാണ്. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. 5000 ലൈക്കാണ്. താഴെയുള്ള ഹൈപ്പ് ബട്ടണും കൂടി എന്ത് ചെയ്യുക, അമർത്താൻ കൂടി ശ്രദ്ധിക്കുക. ഈ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്ററുകൾ നമ്മുടെ ഈ ഒരു 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ഈ ഒരു ചാനലിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും വീഡിയോ ആയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. വിന്നർ ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ ഓർമ്മയ്ക്കായി. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്ന്? ഉത്തരം 2004 ജൂൺ 19. PN പണിക്കർ ജനിച്ച തീയതി എന്നായിരുന്നു? ഉത്തരം 1909 മാർച്ച് 1. PN പണിക്കർ അന്തരിച്ച വർഷം എന്നാണ്? ഉത്തരം 1995 ജൂൺ 19. PN പണിക്കർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന പ്രശസ്തമായ സന്ദേശം നൽകിയത് ആരായിരുന്നു? ഉത്തരം PN പണിക്കർ. PN പണിക്കർ സ്ഥാപിച്ച ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം 1926 നീലംപേരൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സനാതനധർമ്മം വായനശാല. അദ്ദേഹം തൻ്റെ 17-ാം വയസ്സിൽ ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായിരിക്കെയാണ് PN പണിക്കർ ഈ ഗ്രന്ഥശാല ആരംഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായിട്ട് കൂട്ടുകാർ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രവുമായി ഇറങ്ങിയിരുന്ന മാസികയുടെ പേര് എന്ത്? ഉത്തരം ഗ്രന്ഥാലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. 2017 ജൂൺ 19 PN പണിക്കരുടെ വായനാ ദിനം ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി? ഉത്തരം നരേന്ദ്രമോദി. പണിക്കരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാൻഫഡ് എന്ന സംഘടനയുടെ മുഖപത്രം എന്തായിരുന്നു? ഉത്തരം അനൗപചാരിക വിദ്യാഭ്യാസം. പിന്നീട് ഇത് നാട്ടുവെളിച്ചം എന്നും അറിയപ്പെട്ടു. PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ച കേരള സാക്ഷരതാ യജ്ഞത്തിന് അടിത്തറയിട്ടത് ഏത് സംഘടനയാണ്? ഉത്തരം കാൻഫഡ്.
അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരിക്കുമ്പോൾ എത്ര വായനശാലകളാണ് അതിൽ പങ്കെടുത്തത്? ഉത്തരം 47 വായനശാലകൾ. പണിക്കർക്ക് താങ്ങും തണലുമായി ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം അഡ്വക്കേറ്റ് പി കുഞ്ഞൻ കുറുപ്പ്. മലപ്പുറം ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. പിൽക്കാലത്ത് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പ്രസിഡന്റായും PN പണിക്കർ സ്ഥാപിച്ച കാൻഫഡിൻ്റെ പ്രസിഡന്റായും പ്രവർത്തിച്ച ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അതെ, ഉത്തരം PT ഭാസ്കര പണിക്കർ. തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം കേരള ഗ്രന്ഥശാലാ സംഘം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഏതു വർഷം? ഉത്തരം 1956. 1945 രൂപീകൃതമായ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ. 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലെ ഏത് വായനശാലയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം? ഉത്തരം PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വച്ചാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരൊക്കെ? ഉത്തരം പിതാവ് ഗോവിന്ദപിള്ളയും മാതാവ് ജാനകി അമ്മയും. കേരള ഗ്രന്ഥശാലാ സംഘത്തിന് യുനെസ്കോയുടെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വർഷം എന്ന്? ഉത്തരം 1975 ലഭിച്ച ക്രൂപ്സ്കായ പുരസ്കാരം. PN പണിക്കർ ജനിച്ച തിരുവിതാംകൂറിലെ പഴയ താലൂക്ക് ഏതായിരുന്നു? ഉത്തരം കുട്ടനാട് താലൂക്ക്. PN പണിക്കർ എത്ര വർഷം ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു? ഉത്തരം 32 വർഷം. പണിക്കരുടെ മരണശേഷം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1991. 2006 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏത്? ഉത്തരം മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയത്? ഉത്തരം KG ശങ്കരപ്പിള്ളയ്ക്ക്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ആഴ്ച അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം വായനാ വാരമായി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സർദാർ KM പണിക്കർ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? ഉത്തരം 1889 O ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം 1887 അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം 1891 CV രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏത്? ഉത്തരം അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത യാത്രാ വിവരണം ഏതാണ്? ഉത്തരം പാറാമേക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം 1891 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസന വികൃതി.
മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏത്? ഉത്തരം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിവർത്തനം ചെയ്ത മഹചരിത സംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം 1847 ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ രാജ്യസമാചാരം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം ഏതാണ്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക് ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠം ലഭിച്ചത്. രണ്ടാമൂഴം എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. ആടുജീവിതം എന്ന നോവലിൻ്റെ കർത്താവ് ആരായിരുന്നു? ഉത്തരം ബെന്യാമിൻ. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഉത്തരം OV വിജയൻ. ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നീ നോവലുകൾ എഴുതിയത് ആര്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. കരുണ, ദുരവസ്ഥ എന്നീ കാവ്യങ്ങൾ രചിച്ചത് ആരായിരുന്നു? ഉത്തരം സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കുമാരനാശാൻ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. ചെമ്മീൻ എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയ വനിതയുടെ പേര് എന്താണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. നാലുകെട്ട് എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. കാവ്യനർത്തകി ആരുടെ പ്രശസ്തമായ കവിതയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ. മലയാളത്തിലെ പ്രശസ്തമായ വിലാപകാവ്യമായ കണ്ണുനീർത്തുള്ളി ആരുടേതാണ്? ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം AR രാജരാജവർമ്മ. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ എഴുതിയത് ആരായിരുന്നു? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം NV കൃഷ്ണവാര്യർ. ആത്മാവിൻ്റെ നോവലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതികൾ എഴുതിയത് ആര്? ഉത്തരം കോവിലൻ. മലയാള കവിതയിലെ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ഉത്തരം കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ. ആശാൻ പദവി കുമാരനാശാന് നൽകി ആദരിച്ചത് ആരായിരുന്നു? ഉത്തരം 1922 മദ്രാസ് സർവകലാശാല. ഉറൂബ് എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത നോവലിസ്റ്റ് ആര്? ഉത്തരം
പി സച്ചിദാനന്ദൻ. തിക്കൊടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തൃശൂർ ജില്ലയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. മലയാളത്തിൽ ഇതുവരെ എത്ര പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? ഉത്തരം ഇന്നേ വരെ മലയാളത്തിൽ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിനാണ്. രണ്ടാമത് എസ് കെ പൊറ്റക്കാട് 1980. പിന്നീട് തകഴി ശിവശങ്കരപിള്ള 1984. എം ടി വാസുദേവൻ നായർ 1995. ONV കുറുപ്പ് 2007. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് പറയുന്നത്. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതും ഇവരുടെ പേരും വർഷവും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികൾ. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ താൻ. ആരുടെ വരികൾ? ഉത്തരം കുമാരനാശാന്റെ വരികളാണ്. മറ്റൊലി എന്ന കവിതയിലെ വരികളാണിവ. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പാടിയ കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 8. കുട്ടികളുടെ സിന്ദാബാദ് എന്ന കൃതി എഴുതിയ കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആര്? ഉത്തരം CP പള്ളിപ്പുറം. മാൽഗുഡി ഡേയ്സ് എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയത് ആര്? ഉത്തരം RK നാരായണൻ. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ലൈബ്രറി ഓഫ് കോൺഗ്രസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏത്? ഉത്തരം കോട്ടയം. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം വയനാട്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള നോവൽ ഏതാണ്? ഉത്തരം N പ്രഭാകരൻ രചിച്ച മായാമനുഷ്യൻ. 2025 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ തമിഴ് കവിയും ഗാന രചയിതാവും ആര്? ഉത്തരം R വൈരമുത്തു. അദ്ദേഹം മലയാളിയല്ല എന്നുകൂടി മനസ്സിലാക്കുക. 2025 ഓടക്കുഴൽ അവാർഡ് നേടിയ പ്രശസ്ത സാഹിത്യകാരൻ ആര്? ഉത്തരം EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2025 ജനുവരിയിൽ 51ാമത് അന്താരാഷ്ട്ര കൊൽക്കത്ത പുസ്തകമേളയിൽ ഫോക്കസ് രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏത്? ഉത്തരം ജർമ്മനി.
സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിലെ സമഗ്ര സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തി 2026 കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി ആര്? ഉത്തരം പി നാരായണൻ. കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവ് ആരായിരുന്നു? ഉത്തരം തോപ്പിൽ ഭാസി. കേരളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. കഥയില്ലാത്തവൻ്റെ കഥ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം M.N. പാലൂർ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? ഉത്തരം ചെറുശ്ശേരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? ഉത്തരം പാട്ടബാക്കി. പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം കെ ദാമോദരൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ആര്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കുറ്റി പെൻസിൽ എഴുതിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. രാമചരിതമാനസം എഴുതിയത് ആരാണ്? ഉത്തരം തുളസീദാസ്. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആത്മകഥ. പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണ ഗ്രന്ഥം ആരുടെ കൃതിയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ഉത്തരം ആത്മാവിൽ ഒരു ചിത. പപ്പു കേന്ദ്ര കഥാപാത്രമായി ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം പി കേശവദേവ്. അടുത്തതായിട്ട് കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 5000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് മറക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.